ഹലോ. എൻ്റെ നാട്ടിലേക്ക് പണ്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ബീഫ് അങ്ങനെ ദിവസം കേട്ടോ. ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ മാത്രമുള്ളതാണ്. ഇപ്പോഴൊക്കെ കുറെ കുറഞ്ഞു ആ സംഭവമൊക്കെ. ബീഫും മോര് കാച്ചിയതും അത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇപ്പോഴും അതെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ കുറേയൊക്കെ വെള്ളിയാഴ്ചകളിൽ ആ വെപ്പ് കുറഞ്ഞതാണ് എൻ്റെ ധാരണ. കാരണം ഇവിടെ ഒന്നും വെക്കാറില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പി നോക്കാം. ഈ മോര് കാച്ചിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ തൈരും മോരും കഴിച്ചിട്ടുണ്ടാക്കുന്നതല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വെക്കണവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫിൻ്റെ പരിപാടി നോക്കാം. ബീഫിലേക്ക് 2 തക്കാളി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് അധികം ഇടണം കേട്ടോ. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, ഇതിട്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി മസാലയൊക്കെ ബീഫിലെല്ലാം പിടിക്കണം കേട്ടോ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിത് അടുപ്പത്ത് വെച്ചാണ് വേവിക്കുന്നത്, വിറകടുപ്പിൽ വെച്ച്. അതിനാണ് പ്രത്യേക ടേസ്റ്റ്. വിറകടുപ്പിലും മൺചട്ടിയിലും വെച്ച് ഉണ്ടാക്കുന്നതാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മോര് കാച്ചാം. ആദ്യം തന്നെ പുളിവെള്ളം, പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് തിളപ്പിക്കാൻ നമുക്ക്. എന്നിട്ട് തേങ്ങയിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ ജീരകം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇതിലേക്ക് ഒരുപാട് കറിവേപ്പില ഇടും കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി എടുത്തിട്ട് അത് വെള്ളത്തിൽ കട്ടല്ലാതെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ച ഉടനെ തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലോണം കുറുകി വരും. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ ഈ തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. അതേ മിക്സിൻ്റെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ചധികം ഉപ്പ് വേണ്ടി വരും അതിലേക്ക്. എന്നിട്ട് പിന്നെ മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് തള ഇങ്ങനെ വരുന്ന ടൈമിൽ ഓഫ് ചെയ്യണം. ഒരുപാട് തിളക്കാൻ നിൽക്കരുത്. കാരണം മൺചട്ടിയിലാണല്ലോ, ഇതിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ബീഫ് ഒരു സ്ലോ കുക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ട്രൈ ചെയ്യാത്തതോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയും അടിപൊളിയാണ് ഡിഷ്. കറി ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പോൾ അത് കൂട്ടിക്കൊഴിച്ച് കഴിക്കാം. ഒരു പപ്പടത്തിൻ്റെ കുറവുണ്ട്, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ വെള്ളിയാഴ്ചകളിൽ ബീഫ് അങ്ങനെ വീടുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് പണ്ടൊക്കെ വാങ്ങിയിരുന്നു. അന്നൊക്കെ സ്കൂൾ വിട്ട് വരാൻ തന്നെ ഒരു ഇഷ്ടമായിരുന്നു.